ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ദിണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അവിടെ കണ്ടെത്തിയ MS മണി അയാൾ തന്നെയാണോ ഡി മണി, ദാവൂദ് മണി എന്നുള്ള അന്വേഷണമാണ് SIT പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മണിയിലേക്ക് SIT എത്തിച്ചത് രമേശ് ചെന്നിത്തല SITക്ക് പരിചയപ്പെടുത്തിയ വിദേശ വ്യവസായ മുഖേനയാണ്. വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ നേരത്തെ ചിലത് പുറത്തു വന്നിരുന്നു. പക്ഷേ അന്ന് വന്ന വിശദാംശങ്ങളിൽ പറഞ്ഞിരുന്നത് ഈ ഡി മണി എന്നയാളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തിരുവനന്തപുരത്ത് വെച്ച് ശബരിമലയിലെ വിഗ്രഹങ്ങൾ കച്ചവടം നടത്തി എന്നുള്ളതായിരുന്നു. അതിന് താൻ സാക്ഷിയായിരുന്നു എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല ആ മൊഴി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ വിദേശ വ്യവസായി നൽകിയ മൊഴിയിൽ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഡി മണി എന്ന് പറയുന്ന ആളും തിരുവനന്തപുരത്ത് വെച്ച് ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളുടെ കച്ചവടമാണ് നടത്തിയത്. അതിന് താൻ സാക്ഷിയായിരുന്നു. മാത്രമല്ല ഈ ഇടപാടിന് ആദ്യം തന്നെ സമീപിച്ചു എന്നാണ് ഈ മൊഴിയിൽ പറയുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനൊപ്പം തന്നെ ഈ വ്യവസായി ഡി മണിയുടേതെന്ന് പറഞ്ഞൊരു ഫോൺ നമ്പർ നൽകിയിരുന്നു. ആ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലാണ് അന്വേഷണ സംഘം ചെന്നൈയിലും ഒപ്പം തന്നെ ഒടുവിൽ ഡിണ്ടിഗലിൽ ബാലമുരുകൻ എന്നയാളുടെ അടുത്തും എത്തിയത്. ആ ബാലമുരുകനിൽ നിന്നാണ് അവിടെ കണ്ട MS മണിയിലേക്ക് ഈ നമ്പർ ഉപയോഗിക്കുന്ന ആളെന്ന നിലയ്ക്ക് SIT എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ കണ്ടെത്തിയ ആൾ പറയുന്നു, ഞാൻ ഡി മണിയോ ദാവൂദ് മണിയോ അല്ല, ഞാൻ MS മണി എന്ന സുബ്രഹ്മണിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന നമ്പർ തന്നെയാണ് താൻ ഉപയോഗിക്കുന്നത്. അത് ബാലമുരുകന്റെ പേരിൽ, തന്റെ സുഹൃത്തായ ബാലമുരുകന്റെ പേരിലെടുത്ത സിം ആണെന്നും അയാൾ പറയുന്നു. പക്ഷേ ആ മൊഴിയിലൊക്കെ പൊരുത്തക്കേടുകൾ SIT കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു കൃത്യത വരുത്താൻ വേണ്ടിയിട്ടാണ് നാളെ ഈ ബാലമുരുകനോടും മണിയോടും തിരുവനന്തപുരത്ത് എത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുവരെ ഈ ഡിണ്ടിഗലിൽ കണ്ടെത്തിയ മണിക്ക് സ്വർണ്ണക്കൊള്ളയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് SIT കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഈ ഡിണ്ടിഗലിലെ മണിയുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഈ വിവരം നൽകിയ വിദേശ വ്യവസായി പറയുന്നത് ഇത് തന്നെയാണ് താൻ ഉദ്ദേശിച്ച മണി എന്നാണ്. മാത്രമല്ല വിഗ്രഹ ഇടപാടുകൾ നടത്തുന്നവരുടെ ഇടയിൽ ഇയാളുടെ പേര് ദാവൂദ് മണിയാണ് എന്നും ഈ വ്യവസായി പറയുന്നുണ്ട്. ഇനി അതിനൊക്കെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തേണ്ടത് SIT ആണ്. നാളെ നടത്തുന്ന ചോദ്യം ചെയ്യൽ അതുകൊണ്ട് തന്നെ നിർണായകവുമാണ്.